കായംകുളം കണ്ടല്ലൂരിൽ അച്ഛനും മകനും ബന്ധുവായ സ്ത്രീക്കും വെട്ടേറ്റു. കണ്ടല്ലൂർ സ്വദേശികളായ അജീന്ദ്രദാസിനും മകൻ അക്ഷയദാസിനും ബന്ധു ദീപയ്ക്കുമാണ് വെട്ടേറ്റത്. പ്രതികളായ കണ്ടല്ലൂർ അഞ്ചുതെങ്ങിൽ അരുൺ സുധാകരൻ, ഉമേഷ് ഉത്തമൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കണ്ടല്ലൂർ തെക്ക് പൈപ്പ് ജംഗ്ഷനിലുള്ള കടയടച്ച് അജീന്ദ്രദാസ് മകൻ അക്ഷയ്ദാസിനൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡിൽ കാത്തുനിന്ന പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് അജീന്ദ്രദാസിന്റെ തലയ്ക്ക് വെട്ടുകയായിരുന്നു. അക്രമം തടയാൻ എത്തിയപ്പോഴാണ് മകൻ അക്ഷയ്ദാസിനും ബന്ധുവായ ദീപയ്ക്കും വെട്ടേറ്റത്. ഇവരുടെ കൈകൾക്ക് ആഴത്തിൽ മുറിവേറ്റു. വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അക്രമി വാളുമായി ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. അക്രമത്തിനിരയായവരും പ്രതികളും ഇവരുടെ ബന്ധുക്കളും തമ്മിൽ മുൻപ് അടിപിടി കേസുകൾ ഉണ്ടായിരുന്നതായും പോലീസ് വ്യക്തമാക്കി. തലയ്ക്ക് വെട്ടേറ്റ അജീന്ദ്രദാസിന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൈക്ക് വെട്ടേറ്റ അക്ഷയ്ദാസും ദീപയും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമം നടത്തിയ കണ്ടല്ലൂർ തെക്ക് അഞ്ചുതെങ്ങിൽ പടിയിറ്റതിൽ അരുൺ സുധാകരൻ, പോത്തുപറമ്പിൽ വീട്ടിൽ ഉമേഷ് ഉത്തമൻ എന്നിവരെ കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രതികളെ അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ.